അവകാശമാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ മാത്രം എന്തേ ഇത് RSS ഇവിടെ പ്രസംഗിക്കുന്നില്ലേ, BJP ഇവിടെ പ്രസംഗിക്കുന്നില്ലേ, ഇവിടെ നിരീശ്വരവാദികൾ പ്രസംഗിക്കുന്നില്ലേ, അല്ല ഇല്ലെന്ന് പറയുന്നവർ പ്രസംഗിക്കുമ്പോ ഏത് സുന്നി ഈ സ്റ്റേജ് കയ്യേറിയിട്ടുണ്ട്? അള്ളാഹുവിന്റെ എതിരെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സമൂഹം ഇവിടെ ജീവിക്കുമ്പോ ഏത് സ്റ്റേജിൽ ഈ കയ്യേറിയിട്ടുണ്ട്? അള്ളാഹുവിനോടാണോ നിന്റെ വിരോധം? ഇസ്ലാമിനോടാണോ നിന്റെ വിരോധം? ആയത്തുകൾ ഉദ്ധരിച്ചില്ലേ, അധ്യായ നമ്പർ പറഞ്ഞില്ലേ, വചന നമ്പർ പറഞ്ഞില്ലേ, സഹീഹ് മുസ്ലിം ഉദ്ധരിച്ചില്ലേ, തെളിവല്ലയോ പറഞ്ഞത്? അല്ലും ഉദ്ധരിച്ചില്ലേ, ഗ്രന്ഥങ്ങൾ എത്രയാ ഉദ്ധരിച്ചത്? ഫത്വൽ മുഈൻ ഉദ്ധരിച്ചില്ലേ? ഇത് തെളിവല്ലയോ? ഇത് ചരിത്രമല്ലയോ? ഇത് വിപ്ലവമല്ലയോ? ഇത് ഖുർആനല്ലയോ? വേറെ എന്താണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയുക, മുജാഹിദ് പ്രസ്ഥാനത്തെ പഠിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിയാൻ നിങ്ങൾ ശ്രമിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പ്രയാസമുണ്ടാക്കുന്നുണ്ടാവാം നമ്മുടെ പ്രസംഗം. അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നാടിന്റെ നന്മയ്ക്കും വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പേടികൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല, ഭീതി കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഒരിക്കലുമല്ല. പോലീസുകാർക്ക് മുജാഹിദ് പ്രസ്ഥാനം ഒരു തലവേദനയാകരുത് എന്നതുകൊണ്ടാണ്, നിയമപാലകർക്ക് ഒരു തടസ്സമുണ്ടാകരുതെന്നതുകൊണ്ടാണ്, ഇന്ത്യൻ രാജ്യത്തിന്റെ നിയമം പാലിക്കുന്നത് കൊണ്ടാണ്. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതെന്ന അള്ളാഹുവിന്റെ വാക്കോർത്തിട്ടാണ്, മരണാനന്തര ജീവിതമുണ്ടെന്നോർത്തിട്ടാണ്, നരകത്തിലിരിക്കാൻ തീരെ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, സ്വർഗത്തിലെത്തണമെന്ന താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പൂന്തറയിലെ SM ബ്ലോക്കിലെ വിശ്വാസികളായ മുസ്ലിങ്ങളെ, എന്റെ സ്റ്റേജ് കയ്യേറാമെന്നവൻ കള്ളുകുടിച്ചവനാ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ, ഇവനെന്ത് ഇസ്ലാമിന്റെ സ്പിരിറ്റാ? ഹറാമായ കള്ളു കുടിച്ചിട്ട് സ്റ്റേജ് കയ്യേറാൻ അവനെ പറഞ്ഞേച്ച പണ്ഡിതന്മാരുണ്ടെങ്കിൽ നിങ്ങളും വരും പരലോകത്ത്. നമുക്കവിടെ വെച്ച് കാണാം. ഈ രാജ്യത്തിന്റെ മുഴുവൻ നിയമങ്ങളെയും പാലിക്കുന്ന ഇന്നുവരെ ഒരു മുജാഹിദിനെ തീവ്രവാദിയായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഭീകരവാദത്തിനും ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരൊറ്റ പ്രവർത്തകനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രിയങ്കരരെ, ഇന്ന് ഉറങ്ങരുതേ. ഉറങ്ങാതെ കിടന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഇന്നെങ്ങാനും മരിച്ചുപോയാൽ ഈ അക്രമം ചെയ്തവനെ നിന്നോട് വിരോധമില്ല, നിന്നോട് കോപമില്ല. കാരണം അല്ലാഹുമ്മ ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ എന്ന് തായിഫെന്ന് പ്രാർത്ഥിച്ച അല്ലാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്യുന്ന സലഫി പ്രസ്ഥാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ മൈക്ക് പിടിച്ചവനെ, ആയത്തും ഹദീസും ഉദ്ധരിച്ചതിനെ ആക്രമിച്ചവനെ, നിനക്ക് പരലോകത്ത് അന്ന് ശിക്ഷ തരാതെ നിനക്ക് പുറത്തു തരട്ടെ, നിനക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നമില്ല, അള്ളാഹു അനുഗ്രഹിക്കും. അള്ളാഹു അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ എന്നും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ കേട്ടു, അതിന്റെ മൂർധന്യത്തിൽ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയേ. നിങ്ങൾ കേൾക്കുന്നു എന്നതാണ് അവരുടെ പ്രയാസം. നിങ്ങളെങ്ങാനും നന്നായാൽ, നിങ്ങളെങ്ങാനും മുജാഹിദ് പ്രസ്ഥാനം അനുസരിച്ച് ജീവിച്ചാൽ ഈ നാട്ടിൽ പലർക്കും ജീവിക്കാൻ കഴിയില്ല. അവരുടെ പൗരോഹിത്യമാണ് അവസാനിക്കുക. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്ത് നിങ്ങൾ പഠിക്കുക, മുജാഹിദ് പ്രസ്ഥാനത്ത് അടുത്തറിയാം. എന്നിട്ട് അതിനനുസരിച്ച് അടുത്ത ജുമയ്ക്ക് പള്ളിയിലേക്ക് ഫുള്ളായിട്ട് വരിക. 5 നിലയുണ്ട്, അവിടെ വരിക, ദീന് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദീനനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പ്രോഗ്രാമിനെ ഈ സമയത്ത് നിർത്തിവെക്കേണ്ടി വന്നതിൽ അതിന് കാരണക്കാരായവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെ കൺട്രോൾ ചെയ്ത് അയച്ചവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്കും പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.